ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡോ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഏപ്രിൽ മാസം 4-ാം തീയതി OTT റിലീസ് ചെയ്യാതെ കിടക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളും ഉണ്ട്. മൊത്തം 20ഓളം അപ്ഡേറ്റുകളുടെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളും നോക്കാം. ഇന്നും നാളെയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു OTT റിലീസ് പൂരം തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ പിന്നെ സൈഫ് അലി ഖാൻ പ്രധാന വേഷം കൈകാര്യം ഒരു ഡയറക്റ്റ് OTT റിലീസാണ്. ഹിന്ദി മൂവിയാണ്, ഒരു ആക്ഷൻ മൂവിയാണ്. ജുവൽ തീഫ് ദ ഹേസ്റ്റ് ബിഗിൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡയറക്റ്റ് OTT റിലീസാണ്. നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ടച്ച് മീ നോട്ട് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. മൾട്ടി ഓഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സീരീസിന്റെ. അടുത്തൊരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ലവ് യാപ്പ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു തെലുങ്ക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. ഹോം ടൗൺ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പോളിഷ് മൂവിയാണ്. എ റിയൽ പെയിൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് പോളിഷ് ഭാഷകളിലായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് GV പ്രകാശ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ സിനിമ. C5 ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ തമിഴിൽ ഈ ഒരു സിനിമ ഏപ്രിൽ മാസം 13-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് സ്ട്രീം ചെയ്യുന്നതായിരിക്കും. അതേസമയം തന്നെ C5ലും ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. തിയേറ്ററിൽ ഒരു വൻ പരാജയം നേരിട്ട സിനിമയാണ്. അടുത്തൊരു സീരീസാണ്, ഒരു ഇംഗ്ലീഷ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. പൾസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. 10 എപ്പിസോഡ് അടങ്ങുന്ന ഒരു സീരീസാണ്. അടുത്തൊരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഇംഗ്ലീഷ് സീരീസാണ്. ദ ബോൺസ്മാൻ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. 8 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ അടങ്ങിയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ഗെറ്റ് മിലി ബ്ലാക്ക് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സീരീസ് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. 5 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ അടങ്ങിയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് തന്നെയാണ്. ദ കോൺഫിഡന്റ് എന്നാണ് സീരീസിന്റെ പേര്. ഒരു ത്രില്ലർ സീരീസ് ആണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് തന്നെയാണ്, ഇംഗ്ലീഷ് സീരീസ് ആണ്. ദ സിമ്പതൈസർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയുടെ തെലുങ്ക് ഡബ്ബഡ് ആണ്. എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ വേർഷൻ ഇതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്തതാണ്. ഈ സിനിമയുടെ മലയാളത്തിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് സബ്ബോർഡ് കൂടിയായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് ആണ്, ഹിന്ദി സീരീസ് ആണ്. ചമക് ദ കൺക്ലൂഷൻ എന്നാണ് ഈ ഒരു ഹിന്ദി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസിന്റെ പേര് വരുന്നത്. 6 എപ്പിസോഡുകളാണ് സോണി ലീവിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, പഞ്ചാബി ഭാഷകളിലായിട്ട് ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. സോണി ലീവിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ത്രില്ലർ മൂവിയാണ്. കടസി തോട്ട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ജയിലർ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ റിലീസ് ചെയ്ത് വൻ പരാജയം നേരിട്ട സിനിമയാണ്. എന്നിട്ടും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുന്നുള്ളത്. മനോരമ മാക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഏപ്രിൽ മാസം 4-ാം തീയതി സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു കൊറിയൻ സീരീസ് ആണ്, ഒരു കൊറിയൻ ഡ്രാമ ത്രില്ലർ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആണ്. കർമ്മ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഏപ്രിൽ മാസം 4-ാം തീയതി നാളെ ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് തമിഴ് ഓഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ഡയറക്റ്റ് OTT റിലീസാണ്. തമിഴ് മൂവിയാണ്. ടെസ്റ്റ് എന്നാണ് സിനിമയുടെ പേര്. ഒരു സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നമ്മുടെ നയൻതാരയും സിദ്ധാർത്ഥും മാധവനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് മൂവിയാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളിലൊക്കെ ആയിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഡയറക്റ്റ് OTT റിലീസാണ്. ഹിന്ദി മൂവിയാണ്. കാഫിർ ദ മൂവി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലായിട്ട് C5ൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ സൗബിൻ ഷാഹിർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു മച്ചാന്റെ മാലാക എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ മനോരമ മാക്സ്, സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലൊക്കെ ആയിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്.
അടുത്തത് ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കുടുംബശ്രീയും കുഞ്ഞാട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ് OTT പ്ലാറ്റ്ഫോം വഴി ഇന്ന് രാത്രി 12 ശേഷം ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെയായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമായിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സിനിമകളുടെയും സീരീസുകളുടെയും കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.